ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും AZB അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഏജസ് ഇല്ലേ, പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ടല്ല. അപ്പൊ ഏജസ് നമ്മൾ എപ്പോഴും പേപ്പറും പെന്നും ഒക്കെ യൂസ് ചെയ്തിട്ടാണല്ലോ ഏജസിലെ പ്രോബ്ലംസ്. ഏജസ് എന്നല്ല, ഏത് മാത്സ് ആണെങ്കിലും റീസണിങ് ആയാലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുക നമ്മുടെ പെന്നും പേപ്പറും എടുക്കും, എന്നിട്ട് പടപടാ എഴുത്തു തുടങ്ങും അല്ലെ. അപ്പൊ നമുക്കിന്ന് ജസ്റ്റ് പെന്നും പേപ്പറും ഒന്ന് സൈഡാക്കി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഉപയോഗിക്കും കേട്ടോ. അപ്പൊ സൈഡ് വലുതായിട്ട് യൂസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് ഏജസിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ഞാനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, പേപ്പറും പെന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നിങ്ങളുടെ എക്സാംസിനൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, വന്നിട്ടുള്ള ഓപ്ഷനുകൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. Present ages of two persons are in the ratio 8:11. അപ്പൊ രണ്ടു പേരുടെ ഏജസ് റേഷ്യോ എന്ന് പറയുന്നത് 8:11 ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഏജസ് ഈസ് 15 years. അവരുടെ ഏജ് വ്യത്യാസം എത്രയാണ്? 15 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രസന്റ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെ. നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ പൊതുവെ നോർമലി ഒരാൾ ആദ്യം എങ്ങനെയാണാ ചെയ്യുന്നത്? ആദ്യം ആ റേഷ്യോ എടുത്തെടുക്കും. 8:x അല്ല, 8:11 റേഷ്യോ കിട്ടി. എന്നിട്ട് എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഏജസ് എന്ന് പറയുന്നത് 15 വയസ്സാണ്. അപ്പൊ നമ്മൾ ഒരാൾക്ക് എന്താണ് 8 വയസ്സെന്നും അല്ലെങ്കിൽ 8x വയസ്സെന്ന് എടുക്കുക അല്ലെ. 8x എന്ന് എടുക്കും. മറ്റേ ആൾക്ക് എങ്ങനെയാ എടുക്കുക? 8xും 11xും അവരുടെ വയസ്സായിട്ട് എടുക്കും. അവരുടെ വയസ്സിന്റെ ഡിഫറൻസ്, അതായത് 11x മൈനസ് 8x എന്ന് പറയുന്നത് എത്രയാണ്? 3x. ആ ഡിഫറൻസ് അവരിവിടെ തന്നിട്ടുണ്ട്. 3x എന്ന് പറയുന്നത് എത്രടാ? 3x എന്ന് പറയുന്നത് 15 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എക്സിന്റെ വാല്യൂ 15/3 എത്ര കിട്ടി? 5 കിട്ടി. അപ്പൊ അവരുടെ പ്രസന്റ് ഏജസ് നമ്മൾ എടുത്തത് 8xും 11xും ആണ്. അപ്പൊ എക്സിന് വാല്യൂ ഇട്ട് കൊടുത്താൽ എത്ര വന്നു? 40 വന്നു, 55 വന്നു. നോർമലി നമ്മൾ ആദ്യം ഈ രീതിയിലാണ് അല്ലേ, നമ്മൾ പണ്ട് മുതലേ പഠിച്ചു വന്ന മെത്തേഡ് ഇങ്ങനെയാണ്. നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യാ? ശരി, ഇത് വേറെ മെത്തേഡിലും ചെയ്യാമല്ലോ അല്ലേ? തീർച്ചയായും ചെയ്യാം. അപ്പൊ ഇനി എങ്ങനെ ചെയ്യാടാ? അപ്പൊ ഇനി എങ്ങനെ ചെയ്യാൻ നോക്കിക്കേ. എന്താണ് ഇവിടെ? 8ഉം 11ഉമാണ് ഏജ് റേഷ്യോ. 8ഉം 11ഉം. അപ്പൊ നമ്മൾക്ക് തന്നിട്ടുള്ളത് അവരുടെ ഏജിന്റെ വ്യത്യാസം തന്നിട്ടുണ്ട് അല്ലെ. 15 വയസ്സാണ് വ്യത്യാസം. ശരി, നമ്മുടെ റേഷ്യോയുടെ ഡിഫറൻസ് നമ്മൾ എടുക്കുകയാണ്. അപ്പൊ 8 വയസ്സും 11 വയസ്സുമാണെന്ന് നമുക്ക് സങ്കല്പിക്കാം. 8 പാർട്ടും 11 പാർട്ടും. സോ അവരുടെ ഏജിന്റെ വ്യത്യാസം 8ഉം 11ഉം. ഡിഫറൻസ് എത്രടാ? ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് 3 അല്ലെ. അപ്പൊ 3 പാർട്ടാണ് വ്യത്യാസം. അപ്പൊ അവര് 3 പാർട്ടിന് എത്ര വയസ്സെന്ന് പറയുന്നുണ്ട്? 3 പാർട്ട് എന്ന് പറഞ്ഞാൽ 11 വയസ്സ്. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാടാ? ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 5. എങ്ങനെയാണ്? 15/3 5. ശരി, നമുക്ക് വേണ്ടത് അവരുടെ പ്രസന്റ് ഏജസ് ആണ്. അപ്പൊ 8 പാർട്ട് എന്ന് പറഞ്ഞാൽ 8 × 5 40. 11 പാർട്ട് എന്ന് പറഞ്ഞാൽ 11 × 5 55. ഇങ്ങനെയും ചെയ്യാം അല്ലേ. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റതിലും കുറച്ചും കൂടി എളുപ്പമാണ്, കുറച്ചധികം സ്റ്റെപ്സ് കുറവാണ്. അപ്പൊ നമുക്ക് പാർട്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഡിഫറൻസ് 3നും 15 അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. കുറച്ചും കൂടെ സ്റ്റെപ്പുകൾ കുറവാണ് അല്ലേ. അപ്പൊ ഇനി ഇത് വിത്തൗട്ട് സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എങ്ങനെ ചെയ്യാൻ പറ്റും? വിത്തൗട്ട് സ്റ്റെപ്പ് ചിലപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു സ്റ്റെപ്പ് എഴുതിയെന്ന് വിചാരിക്കും. നിങ്ങളങ്ങ് ക്ഷമിച്ചേക്ക് കേട്ടോ. നമുക്കിവിടെ തന്നിട്ടുണ്ട് റേഷ്യോ. എത്ര തന്നിട്ടുണ്ടോ? 8:11 ആണ് നമ്മുടെ റേഷ്യോ. 8:11 ആണല്ലോ. അതെ, അവരുടെ ഏജ് ഡിഫറൻസ് 15 ഇതാണ് തന്നിട്ടുള്ളത്. നമ്മുടെ ചോദ്യം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യമേ നോക്കുക. ചോദ്യം എന്താണ്? പ്രസന്റ് ഏജ് കണ്ടുപിടിക്കണം. ശരി, പ്രസന്റ് ഏജ് കണ്ടുപിടിക്കണം. തന്നിട്ടുള്ള റേഷ്യോ 8ഉം 11 എന്ന് പറഞ്ഞാൽ 8xും 11xും നമ്മൾ കൂട്ടുകയാണെങ്കിൽ 8 പാർട്ടും 11 പാർട്ടും. അപ്പൊ നമ്മുടെ ഏജ് എന്ന് പറയുന്നത് ആദ്യത്തെ ആളുടെ ഏജ് 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കുമല്ലോ, ഉറപ്പായിട്ടും. രണ്ടാമത്തെ ആളുടെ ഏജ് 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? നേരെ നമ്മുടെ ഓപ്ഷനിലോട്ട് പോകും. ഓപ്ഷനിൽ വന്നിട്ട് 8ന്റെ മൾട്ടിപ്പിൾ എവിടേക്ക് ഉണ്ട് എന്ന് നോക്കാം. സോ 40ഉം 55ഉം 8ന്റെയും 11ന്റെയും മൾട്ടിപ്പിൾ ആണ്. 56ഉം 77ഉം അതും 8ന്റെയും 11ന്റെയും മൾട്ടിപ്പിൾ ആണ്. 45 8ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല, കട്ട് ചെയ്തു.
72 8ന്റെ മൾട്ടിപ്പിൾ ആണ്. പക്ഷെ 87 11ന്റെ മൾട്ടിപ്പിൾ ആണോടാ? അല്ല, കട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ നിന്ന് 2 ഓപ്ഷൻ പോയി. ഇനി അവര് തന്നിട്ടുള്ളത് ഏജ് ഡിഫറൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ടാ? 15 തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. 40ഉം 55ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 40ഉം 55ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 15. ശരി, രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി. 56ഉം 77ഉം വ്യത്യാസം 15 അല്ല. 56ഉം 77ഉം വ്യത്യാസം 15 അല്ല. സോ ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടി അല്ലേ? ഇതിന് പെന്നും പേപ്പർ എടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ സ്ക്രീനിൽ കാണുമ്പോൾ അപ്പോഴേ മൈൻഡിൽ സെറ്റ്, ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. നമുക്ക് ഓപ്ഷനിൽ നിന്നും പോകാം. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് ഏജസിലെ ഒരു ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു മെത്തേഡിൽ, ചില കേസിൽ നമുക്ക് ഇതൊന്നും എടുക്കേണ്ടി വരും, എങ്കിൽ പോലും വളരെ സ്റ്റെപ്പ് കുറച്ചിട്ട് വളരെ മിനിമൽ ആയിട്ടുള്ള ടൈം കൊണ്ട് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കിട്ടിയോടാ? എളുപ്പമല്ല ഇങ്ങനെ പോകുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെ ഓപ്ഷനീന്ന് ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓപ്ഷൻ എലിമിനേഷൻ വഴി എങ്ങനെ നമുക്ക് നമ്മുടെ ഉത്തരം കണ്ടുപിടിക്കും. നമ്മളിവിടെ ഓൾറെഡി 2 മെത്തേഡ് ചെയ്തു. ആദ്യത്തെ മെത്തേഡ് നമ്മൾ അധികം അങ്ങനെ ഫോളോ ചെയ്യാറില്ല. എക്സാക്ട് നമ്മൾ അധികം അങ്ങനെ ചെയ്യാറില്ല. ചില ടൈമിൽ, ചില കേസുകളിൽ നമുക്ക് എക്സ് ഇടേണ്ടി വരും അല്ലെ. രണ്ടാമതാണ് നമ്മൾ പൊതുവേ ഫോളോ ചെയ്യുന്നത്. അതായത് പാർട്ട് റേഷ്യോനെ പാർട്ടായിട്ട് എടുത്തിട്ട് പൊതുവേ ഫോളോ ചെയ്യുന്ന ഒരു ടൈപ്പ് അല്ലെ, ഒരു പാറ്റേൺ. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്താലേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ്? ഈ ഒരു ഓപ്ഷൻ മെത്തേഡിൽ പോകണം. ഓപ്ഷൻ മെത്തേഡ് കിട്ടിയില്ലേ? എളുപ്പമല്ലേ? ആദ്യം തന്നിട്ടുള്ള റേഷ്യോ നോക്കുക, എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നോക്കുക. ഇവിടെ പെർസെൻറ്റേജ് ആണ്, പെർസെൻറ്റേജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പൊ റേഷ്യോയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ ഉത്തരങ്ങൾ. റേഷ്യോയുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത്, അപ്പൊ ഫൈനലി നമ്മൾ 2 ഓപ്ഷനിൽ വന്ന് നിന്നു. വീണ്ടും നോക്കി, വ്യത്യാസം തന്നിട്ടുണ്ട് ഏജിന്റെ, അതും കൂടെ ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റ് ഉത്തരം കിട്ടിയില്ലേ? സെറ്റല്ലേ? അപ്പൊ നമുക്ക് ഇതേപോലെയുള്ള നമുക്കൊരു അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാടാ. ഏജസ് ഓഫ് എ ആൻഡ് ബി ആർ പ്രസന്റ്ലി ഇൻ ദ റേഷ്യോ 3:5. 9 years ago, this ratio will become 12:23. What is the present age of A? അപ്പൊ പ്രസന്റ് ഏജ് ഓഫ് എ ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രസന്റ് ഏജ് റേഷ്യോ തന്നിട്ടുണ്ടോ? ഉണ്ട്. എയുടെയും ബിയുടെയും പ്രസന്റ് ഏജ് റേഷ്യോ തന്നിട്ടുണ്ട്. 3 ആണ് പ്രസന്റ്. 3:5. എയും ബിയുടെയും റേഷ്യോ 3:5 തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ എന്താണ് വേണ്ടത്? 3 എയുടെ ഏജ് ആണ് നമുക്ക് വേണ്ടത്. എയുടെ റേഷ്യോ എന്താടാ ഇവിടെ? എയുടെ റേഷ്യോ 3. അപ്പൊ നമ്മുടെ എയുടെ ഏജ് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. പണി കിട്ടിയല്ലേ? 3ന്റെ മൾട്ടിപ്പിൾ അല്ല, നമുക്ക് 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. 49 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 55 3ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. ബാക്കി 2 ഓപ്ഷനും കൂടി ഉള്ളൂ. വീണ്ടും നമ്മൾ 2ൽ വന്ന് സ്റ്റാക്ക് ചെയ്ത് ഇനി അവിടെ എന്താണ് തന്നിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പൊ എന്ത് വേണം? ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യണം അല്ലെ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ വളരെ ടൈം കുറച്ച് വളരെ എഫക്റ്റീവായിട്ട് വളരെ സ്മാർട്ടായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും പെട്ടെന്ന്. ടൈമാണ് നമ്മുടെ ഏറ്റവും മുഖ്യം അല്ലെ, സമയമാണ് മുഖ്യം. അപ്പൊ നോക്കിക്കേടാ, ഇവിടെ തന്നിട്ടുള്ളത് 9 years ago അവരുടെ റേഷ്യോ 12:23 ആണ്. 9 വർഷം മുൻപ് 9 years ago അവരുടെ റേഷ്യോ 12:23. അതായത് 9 വർഷം മുൻപ് എയുടെ വയസ്സ് 12ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ശരിയാണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ റേഷ്യോയില് ഇപ്പോ പ്രസന്റ് ഏജ് ആണ് നമ്മുടേത് ചോദിച്ചിട്ടുള്ളത്. എയുടെ പ്രസന്റ് ഏജ് നമ്മൾ 27 ആയിട്ട് എടുത്തു. 27 12 വർഷം മുൻപ്, സോറി 12 അല്ല, 9 വർഷം മുൻപ്. 9 വർഷം മുൻപ് എയുടെ വയസ്സ് 27ൽ നിന്നും 9 കുറയ്ക്കണം. 10 കുറയ്ക്കുമ്പോൾ എത്ര വരും? 17 വരും. അപ്പോൾ 9 കുറയ്ക്കുമ്പോൾ എത്ര വരും? 18 വരും. സോ 18. 9 വർഷം മുൻപ്, 9 വർഷം മുൻപ് എയുടെ ഏജ് നമുക്ക് ഓപ്ഷനിൽ നിന്ന് വന്നപ്പോൾ എത്ര കിട്ടി? 18. 9 വർഷം മുൻപ് റേഷ്യോ എത്ര തന്നിട്ടുള്ളത്? 12:23. അതായത് 12ന്റെ മൾട്ടിപ്പിൾ ആണോടാ 18? അല്ല. സോ 27 എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും ഉത്തരം? 37 തന്നെ ആയിരിക്കും ഉത്തരം. കിട്ടിയോ? ഇതിന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഈ പെൻ എടുത്തിട്ട് 9 years ago റേഷ്യോ മാത്രം എഴുതിയേ ഉള്ളൂ. അല്ലെങ്കിൽ പെന്നില്ലാതെ തന്നെ അത് ചെയ്തൂടെ? ഒന്ന് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പൊ നമുക്ക് 33 ഓപ്ഷൻ എടുത്തു. നമ്മൾ ഇപ്പൊ ചെയ്ത മെത്തേഡ് വെച്ച് 9 വർഷം മുൻപ് എയുടെയും ബിയുടെയും ഏജ് റേഷ്യോ എത്രയാണ്? 12:23.
23. അപ്പോൾ ഇപ്പോഴത്തെ പ്രസന്റ് ഏജ് എന്താണ്? പ്രസന്റ് ഏജ് 33 ആണെങ്കിൽ, പ്രസന്റ് ഏജ് 10 ആണെങ്കിൽ 2 വർഷം മുൻപ് എത്ര വയസ്സായിരിക്കും? 2 കുറയ്ക്കണം 8 വയസ്സല്ലേ? പ്രസന്റ് ഏജ് 33 ആണ്. 9 വർഷം മുൻപുള്ള ഏജ് കാണാൻ 33-ൽ നിന്നും 9 കുറയ്ക്കണം. എത്ര വരുവാടാ? 33-ൽ നിന്നും 9 കുറയ്ക്കുമ്പോ എത്ര വരും? 33-ൽ നിന്നും 9 കുറയ്ക്കുമ്പോൾ 24. ശരി, ഇനി ഈ 24 12ന്റെ മൾട്ടിപ്പിൾ ആണോ? അതെ, ആണ്. ശരിയാണോ? അപ്പൊ എളുപ്പമല്ലേ? ഈ ഒരു മെത്തേഡ് പാറ്റേൺ ഫോളോ ചെയ്യുന്നത് കിട്ടിയോ? എളുപ്പമാണോ? സെറ്റാണോ? എങ്ങനെയാണ്? വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ എടുക്കുക. ജസ്റ്റ് ഒന്ന് മനസ്സൊക്കെ ഒന്ന് കാമാക്കി വെച്ചിട്ട് തന്നിട്ടുള്ള ഓപ്ഷൻ. എക്സാം ടൈം മനസ്സ് കാമാക്കി വെക്കാൻ അല്ലേ? നല്ല ഓടിക്കൊണ്ടിരിക്കുന്ന ടൈം ആയിരിക്കും. പക്ഷെ നമ്മൾ നോർമലി ചെയ്യുന്ന സമയത്തിൽ നമുക്ക് ബൈ പ്രാക്ടീസ് ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. ചെയ്തൂടെ? തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ നോക്കുക. പ്രസന്റ് ഏജ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പ്രസന്റ് ഏജ് റേഷ്യോ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും ആ റേഷ്യോയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും നമുക്ക് ആവശ്യമുള്ള ഏജ്. നോക്കിയപ്പോൾ ഫൈനലി 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തു പോയി. ബാക്കി 2 ഓപ്ഷനും കൂടെ കിട്ടിയല്ലോ. ഇനി അവർ വീണ്ടും തന്നിട്ടുണ്ട് 9 വർഷം മുൻപുള്ള ഏജ് റേഷ്യോ തന്നിട്ടുണ്ട്. നമുക്ക് ഓപ്ഷനുള്ള ഏജിന്റെ 9 വർഷം, ഓപ്ഷനുള്ള ഏജിൽ നിന്ന് 9 കുറയ്ക്കുമ്പോൾ 9 വർഷം മുമ്പുള്ള വയസ്സ് കിട്ടത്തില്ലേ? കിട്ടി. അത് തന്നിട്ടുള്ളതിന്റെ മൾട്ടിപ്പിൾ ആണോ? ഇവിടെ 12 ആണ് റേഷ്യോ, 12ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്തു. തെറ്റായോ? കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യം, 3-ാമത്തെ ചോദ്യം നോക്കടാ. തേർഡ് ക്വസ്റ്റ്യൻ, 3-ാമത്തെ ചോദ്യം എന്താണ്? റെസ്പെക്റ്റീവ് റേഷ്യോ. അത് എന്താണ് കണ്ടുപിടിക്കാനുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. മദേഴ്സ് ഏജ് 4 years ഫ്രം നൗ. അമ്മയുടെ ഏജ് ആണ് ചോദിച്ചിട്ടുള്ളത്. 4 വർഷത്തിന് ശേഷം. മദേഴ്സ് ഏജ് 4 years പ്ലസ് നൗ. അപ്പൊ അമ്മയുടെ വയസ്സ് 4 വർഷത്തിന് ശേഷം അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? അതാണ് ചോദ്യം. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് ദി പ്രസന്റ് ഏജ് ഓഫ് മദർ ആൻഡ് ഡോട്ടർ ഈ 7:1. അപ്പൊ പ്രസന്റ് ഏജ് ഓഫ് മദർ ആൻഡ് ഡോട്ടർ, അമ്മയുടെയും എന്താണ് ഡോട്ടറിന്റെയും പ്രസന്റ് ഏജ് റേഷ്യോ, അമ്മയുടെയും മകളുടെയും പ്രസന്റ് ഏജ് റേഷ്യോ എത്രയാടാ? 7:1. ചോദിച്ചിട്ടുള്ളത് 4 വർഷത്തിന് ശേഷമുള്ള റേഷ്യോ ആണ്. 4 years ago respective ratio of their ages was 19:1. അപ്പൊ 4 വർഷം മുൻപ് 4 വർഷം മുൻപ് അവരുടെ ഏജ് റേഷ്യോ തന്നിട്ടുണ്ട് 19:1 ആണ് എന്ന് തന്നിട്ടുണ്ട്. എന്താണ്? മദേഴ്സ് ഏജ് 4 years ഫ്രം നൗ ചോദിച്ചിട്ടുണ്ട് അല്ലെ? അവര് പറയുന്നത് മദേഴ്സ് ഏജ്, അമ്മയുടെ ഏജ് 4 വർഷത്തിന് ശേഷമുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ഓപ്ഷൻ, 4 വർഷത്തിന് ശേഷം. ശരി, ഞാൻ ആദ്യത്തെ ഓപ്ഷൻ എടുത്തു. 42 എന്താണ്? അമ്മയുടെ ഏജ് 4 വർഷത്തിന് ശേഷമുള്ള ഏജ്. അപ്പൊ പ്രസന്റ് ഏജ് എത്ര ആയിരിക്കുമടാ? 42 ആണ് 4 വർഷത്തിന് ശേഷമുള്ള ഏജ്. പ്രസന്റ് ഏജ് എത്ര ആയിരിക്കും? 4 കുറച്ചാൽ പോരെ? 42-ൽ നിന്നും 4 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 42-ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ 38. ഇനി പ്രസന്റ് ഏജ് റേഷ്യോ 4 വർഷത്തിന് ശേഷമുള്ള ഏജ് ആണ് ചോദിച്ചത്. 4 വർഷത്തിന് ശേഷം 42 ആണെങ്കിൽ ഇപ്പോഴത്തെ ഏജ് 38. ഡൗട്ട് ഇല്ലല്ലോ? ഇപ്പോഴത്തെ ഏജ് റേഷ്യോ അമ്മയുടെയും മോളുടെയും തന്നിട്ടുണ്ട്. എത്രടാ? അമ്മയുടെയും മോളുടെയും ഇപ്പോഴത്തെ അറ്റ് പ്രസന്റ് റേഷ്യോ തന്നിട്ടുണ്ട് 7:1. അതായത് അറ്റ് പ്രസന്റ് ഏജ് എന്ന് പറഞ്ഞാൽ 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. കത്തിയോ? അപ്പൊ 38 7ന്റെ മൾട്ടിപ്പിൾ ആണോടാ? അല്ല, ഡിലീറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഇനി എന്താണ്? ഇനി 38 എടുത്തു. രണ്ടാമത്തെ റേഷ്യോ എന്താണ്? രണ്ടാമത്തെ റേഷ്യോ 4 വർഷത്തിന് ശേഷമുള്ള അമ്മയുടെ വയസ്സ്. 4 വർഷത്തിന് ശേഷം 38 ആണെങ്കിൽ ഇപ്പൊ എത്രടാ? ഇപ്പോ 34. 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. അടുത്തത് 46. 4 വർഷത്തിന് ശേഷം 46 ആണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് 42. 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അതെ. വെയിറ്റ് ചെയ്യും, നമുക്ക് നോക്കാം ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. തൽക്കാലം നമുക്കൊന്ന് മാർക്ക് ചെയ്തു. 36 ഇപ്പോൾ 4 വർഷത്തിന് ശേഷം 36 ആണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് 4 കുറയ്ക്കുമ്പോൾ 32. അപ്പൊ ഇതുമല്ല. നമ്മുടെ ഉത്തരം എന്താണ്? ഉത്തരം 42. സോറി, 42 അല്ല, 46. മദേഴ്സ് ഏജ് 4 years ആഫ്റ്റർ എത്രയാണ്? 46. കിട്ടിയോ? എങ്ങനെയാണ് നമ്മൾ ഓപ്ഷനിന്ന് പെന്നും പേപ്പറും ഒക്കെ ഉപയോഗിക്കാതെ എങ്ങനെ കിട്ടും എന്നുള്ളത് കത്തിയോ? സെറ്റാണോ? പറയണോ? ഒന്നും കൂടെ പറയണോ? എക്സ്പ്ലെയിൻ ചെയ്യണോ? ഒന്നും കൂടെ നോക്കിക്കേ. നമ്മുടെ കയ്യിലുള്ളത്, തന്നിട്ടുള്ള ഓപ്ഷനിലുള്ളത് 4 വർഷത്തിന് ശേഷമുള്ള അമ്മയുടെ ഏജ് ആണ് ചോദിച്ചിട്ടുള്ളത്.
4 വർഷത്തിന് ശേഷമുള്ള ഏജ് എന്ന് പറഞ്ഞാൽ 4 വയസ്സും കൂടെ കൂട്ടി, പ്രസന്റ് ഏജിന്റെ കൂടെ 4 വയസ്സും കൂടെ കൂട്ടി. അവരെന്തൊക്കെ തന്നിട്ടുണ്ട്? പ്രസന്റ് ഏജ് റേഷ്യോ തന്നിട്ടുണ്ട്. അമ്മയുടെയും മകളുടെയും പ്രസന്റ് ഏജ് റേഷ്യോ 7:1 എന്ന് തന്നിട്ടുണ്ട്. അതായത് അറ്റ് പ്രസന്റ് അമ്മയുടെ വയസ്സ് 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത് ഉറപ്പാണല്ലോ. 7:1 ആണ്. അപ്പൊ 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 4 വർഷത്തിന് ശേഷമുള്ള ഏജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓരോ ഓപ്ഷൻ എടുക്കുക. ഫസ്റ്റ് ഓപ്ഷൻ 42. 4 വർഷത്തിന് ശേഷം 42 ആണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് എത്ര ആയിരിക്കും? 38. 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല, വെട്ടിക്കളഞ്ഞു. അടുത്ത 38 ഓപ്ഷൻ ബി. 4 വർഷത്തിന് ശേഷം 38 ആണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് 34. 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല, കട്ട് ചെയ്തു. ഓപ്ഷൻ സി 46. 4 വർഷത്തിന് ശേഷം 46 ആണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സ് 42. 4 കുറച്ചു. മൾട്ടിപ്പിൾ ആണോ 7ന്റെ? അതെ. ഉറപ്പിക്കാൻ വരട്ടെ, ഒരു ഓപ്ഷനും കൂടെ നോക്കാനുണ്ട്. അടുത്ത ഓപ്ഷൻ 36. 4 കുറയ്ക്കുമ്പോൾ 32. 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. പെണ്ണെടുത്തോ ഈ ഒരു ഉത്തരം ചെയ്യാൻ വേണ്ടിയിട്ട്? ഇല്ല. വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? 3 ചോദ്യങ്ങളും ചെയ്യാൻ പറ്റിയില്ലേ? ഓക്കെ. ചില കേസിൽ പെണ്ണൊക്കെ എടുക്കേണ്ടി വരെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഒരുപാട് സ്റ്റെപ്പ് എഴുതി ചെയ്യുന്നതിലും എളുപ്പമല്ലേ. നമ്മളിത് നോർമലി ചെയ്യുവാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുക? 7:1 അറ്റ് പ്രസന്റ് റേഷ്യോ, 19:1 4 years ago റേഷ്യോ എടുക്കും. റേഷ്യോ മെത്തേഡ് വെച്ച് നമ്മൾ ഈ ഒരു മെത്തേഡൊക്കെ ചെയ്തതുപോലെ പാർട്ടാക്കി ചെയ്ത് ഒരു 3-4 സ്റ്റെപ്പ് എന്തായാലും വരും. ഇത് നമ്മൾ വിത്തിൻ സെക്കൻഡ്സ്, ഒരു 30-20 സെക്കൻഡ് കൊണ്ട് നമുക്ക് അതിന്റെ ഉത്തരം കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മളെ അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം നോക്കിയടാ. ആവറേജ് ഏജ് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? എയുടെയും സിയുടെയും ഏജ് സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് ഏജ് ഓഫ് എ, ബി ആൻഡ് സി എന്ന് പറയുന്നത് 10 years ലെസ് ദാൻ ഏജ് ഓഫ് സി എന്ന് പറയുന്നുണ്ട്. റേഷ്യോ എന്താണ് തന്നിട്ടുള്ളത്? എ, ബി, സിയുടെ റേഷ്യോ. ഇഫ് റേഷ്യോ ഓഫ് ഏജ് ഓഫ് എ, ബി ആൻഡ് സി എന്ന് തന്നിട്ടുണ്ട്. സം ഓഫ് ഏജ് ഓഫ് എ ആൻഡ് സി ആണ് കണ്ടുപിടിക്കാനുള്ളത്. പ്രത്യേകിച്ച് എപ്പോഴത്തെ ഏജ് ആണ്? 10 വർഷം മുമ്പാണോ? 5 വർഷത്തിന് ശേഷമാണോ? അല്ലെങ്കിൽ അറ്റ് പ്രസന്റ് ആണോ? എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഒന്നും പറയാത്ത കേസിൽ, ഒന്നും ഏത് ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയാത്ത കേസിൽ എന്ത് ചെയ്യുക? അതെന്താക്കി അസ്യൂം ചെയ്യുക? പ്രസന്റ് ഏജ് ആക്കിയിട്ട് അസ്യൂം ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് റേഷ്യോ ഓഫ് ഏജ് ഓഫ് എ, ബി ആൻഡ് സി എന്ന് തന്നിട്ടുണ്ട്. A:B:C. എ, ബി, സി റേഷ്യോ തന്നിട്ടുണ്ട് 3:4:5. അപ്പൊ എന്താണ് പ്രത്യേകിച്ചും തന്നിട്ടില്ല. അപ്പൊ ഇതെന്താണ്? പ്രസന്റ് ഏജ് റേഷ്യോ ആണ് 3:4:5. അതായത് പ്രസന്റ് ഏജ് എയുടേത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്, ബിയുടേത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്, സിയുടേത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ആണല്ലോ? അതെ. ചോദിച്ചിട്ടുള്ളത് എയുടെയും സിയുടെയും ഏജ് ആണ്. അപ്പൊ എയുടെയും സിയുടെയും ഏജിന്റെ സമ്മ് നമ്മളിവിടെ എന്താണ്? നമ്മുടെ പാർട്ടിന്റെ സമ്മ് കൂട്ടിയപ്പോൾ A+C നമുക്ക് എത്ര കിട്ടിയടാ? 8 പാർട്ട് കിട്ടി അല്ലേ? 3 പാർട്ടും 5 പാർട്ടും കൂടെ കൂട്ടിയപ്പോൾ A+C 8 പാർട്ട് കിട്ടി. അതായത് ഏജിന്റെ സമ്മെന്ന് പറയുന്നത് 8ന്റെ മൾട്ടിപ്പിൾ ആണ്. ആണല്ലോ? 8ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ നമുക്ക് ഓപ്ഷനിൽ നിന്ന് വരുമ്പോ 85 8ന്റെ മൾട്ടിപ്പിൾ ആണോടാ? അല്ല. 78 ആണോ? അല്ല. പക്ഷേ 80ഉം 72 ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും 8ന്റെ മൾട്ടിപ്പിൾ ആണ്. വീണ്ടും 2 ഓപ്ഷൻ വന്ന് സ്റ്റക്കായി നിൽക്കുന്നു. അപ്പൊ ഇനി അടുത്ത് തന്നിട്ടുള്ളത് എന്താണ്? അടുത്തത് തന്നിട്ടുള്ളത് ആവറേജ് ഏജ് ഓഫ് എ, ബി ആൻഡ് സി എന്ന് പറയുന്നത് എന്താണ്? സിയെക്കാളും 10 വയസ്സ് കുറവാണ്. ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ A+B+C/3 എന്ന് പറയുന്നത് എന്താണ്? സിയെക്കാളും 10 വയസ്സ് കുറവാണ്. ആവറേജ് ഏജ് ഓഫ് എ, ബി ആൻഡ് സി ഈസ് 10 years ലെസ് ദാൻ സി. കിട്ടിയോ? ക്വസ്റ്റ്യൻ എന്നുള്ള കാര്യം ഞാൻ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. ഇനി അപ്പൊ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? നമ്മുടെ കയ്യിൽ A-B-Cയുടെ ഏജ് റേഷ്യോ ഉണ്ട്. അതിന്റെ ആവറേജ് നോക്കാം. അപ്പൊ ഇവിടെ 3, 4, 5 റേഷ്യോ ഉള്ളത്. 3, 4, 7, 7, 5, 12. 12ന്റെ ആവറേജ് എത്രയാടാ? 12ന്റെ ആവറേജ് എത്രയാണ്? 12/3 4. അപ്പൊ ഇനി അതും എന്താണ്? സിയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ എത്രയാണ്? 1 ആണ്. ഇവിടെ എത്ര എന്ന് പറയുന്നുണ്ട്? 10 ആണ് അല്ലെ? ആവറേജ് ഏജ് ഓഫ് A-B-Cയും സിയുടെ ഏജും തമ്മിലുള്ള വ്യത്യാസം 10 വയസ്സാണ് തന്നിട്ടുണ്ട്. നമ്മൾ റേഷ്യോ നോക്കിയപ്പോൾ A-B-Cയുടെ ആവറേജ് 12/3 എത്ര കിട്ടി? 4 കിട്ടി. അതും സിയുടെ ഏജ് 5 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1
1. ഒരു പാർട്ടാണ് വ്യത്യാസം. ഒരു പാർട്ട് അല്ല, ഇവർ എത്ര എന്ന് പറയുന്നുണ്ട്? 10 വയസ്സാണ് വ്യത്യാസം. അപ്പൊ ഒരു പാർട്ടിന് എത്ര ആടാ? 10 വയസ്സ്. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള എ പ്ലസ് സി, എയുടെയും സിയുടെയും സം എന്ന് പറയുന്നത് എത്ര പാർട്ടാണ്? 8 പാർട്ട്. ഒരു പാർട്ടിന് 10 വയസ്സാണെങ്കിൽ 8 പാർട്ടിന് എത്ര വയസ്സാടാ? 8 × 10 എത്ര വയസ്സാണ്? 80 വയസ്സ്. ഓപ്ഷൻ എ 80 ഇയേഴ്സ്. കിട്ടിയോ? സ്റ്റെപ്പ് വല്ലതും ഉണ്ടോ നമ്മൾ എഴുതിയത്? ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് എഴുതിയ സ്റ്റെപ്പല്ലേ, അല്ലാതെ വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? നമുക്ക് പറഞ്ഞു നോക്കാം എങ്ങനെയാണ്. തൊട്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞതുപോലെ. അപ്പൊ എയുടെയും സിയുടെയും ബിയുടെയും റേഷ്യോ എന്താണ്? 3:4:5 തന്നിട്ടുണ്ട്. ചോദിച്ചിട്ടുള്ളത് എ പ്ലസ് സി ചോദിച്ചു. അപ്പൊ എന്താണ് 3 + 5 കൂട്ടുമ്പോ എത്രയാണ്? 8. റേഷ്യോ 8 പാർട്ട്. അപ്പൊ എയുടെയും സിയുടെയും സം എന്ന് പറഞ്ഞാൽ 8ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി അവർ പറയുന്നുണ്ട് എ ബി സിയുടെ ആവറേജ്, സിയുടെ ഏജും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10 വയസ്സ്. നമ്മുടെ റേഷ്യോയുടെ ആവറേജ് എടുത്തപ്പോൾ എത്ര കിട്ടി? 4. റേഷ്യോകത്ത് സിയുടെ വയസ്സ് എത്രയാണ്? 5. 4ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാടാ? 1. 1ന് എത്രയെന്ന് അവർ പറയുന്നുണ്ട്? 1ന് 10. ഒരു പാർട്ടിന് 10 വയസ്സ്. കണ്ടുപിടിക്കാനുള്ളത് 8 പാർട്ട്. അപ്പൊ 8 പാർട്ടിന് എത്ര വയസ്സ്? 8 × 10 എത്ര വയസ്സ്? 80 വയസ്സ്. പെണ്ണെടുക്കണോ? വേണ്ട. എളുപ്പമല്ലേ? സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യം എത്രയാണ്? 5ാമത്തെ ചോദ്യം നോക്കിയടാ. 5th ക്വസ്റ്റ്യൻ. സുശീൽ ഗോട്ട് മാരീഡ് 6 years ago. സുശീൽ 6 വർഷത്തിന് മുൻപ് കല്യാണം കഴിച്ചു. ഹിസ് ഏജ് ഈസ് 7/6 times ഓഫ് ഹിസ് ഏജ് അറ്റ് ദി ടൈം ഓഫ് ദി മാരേജ്. അപ്പോൾ സുശീലിന്റെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 7/6 times അറ്റ് ദി ഏജ് ഓഫ് ദി മാരേജ്. പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 7/6 times ആണ്. അതായത് പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എത്ര ടൈംസ് ആണ്? 7 times ആണ്. അറ്റ് ദി ടൈം ഓഫ് മാരേജ്, മാരേജിന്റെ വയസ്സ് എത്രയാണ്? 6 ആണ്. കിട്ടിയോ? പ്രസന്റ് ഏജ് 7 റേഷ്യോ, മാരേജ് സമയത്തെ വയസ്സ് 6 റേഷ്യോ. അപ്പൊ 6:7 ആണ് മാരേജ് സമയവും പ്രസന്റ് സമയവും തമ്മിലുള്ള സുശീലിന്റെ വയസ്സിന്റെ റേഷ്യോ. റേഷ്യോ ഒന്നും എഴുതിയില്ല, ഞാൻ ജസ്റ്റ് പാർട്ടായിട്ട് എഴുതിയെടുത്തു. ഓക്കെ അല്ലേ? ഇനി അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? സുശീലിന്റെയും സണ്ണിന്റെയും പ്രസന്റ് ഏജ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. സുശീലിന്റെയും സണ്ണിന്റെയും പ്രസന്റ് ഏജ് കണ്ടുപിടിക്കണം ആണല്ലോ. അപ്പൊ ഇവിടെ സുശീലിന്റെ പ്രസന്റ് ഏജ് എന്ന് പറഞ്ഞാൽ 7 ആണ് റേഷ്യോ. അപ്പൊ 7 മൾട്ടിപ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 7ഉം 1 തന്നെയാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പണികൾ എന്താണ് ഇതിനകത്ത് റേഷ്യോ വഴി ചെയ്യാൻ പറ്റുന്നില്ല. സുശീൽ ഈസ്റ്റ് സൺ, സൺ ഈസ്റ്റ് സുശീലാടാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 2ാമത് സുശീൽ, ഇവിടെ സൺ. നോക്കിയാൽ ഇതെന്തായാലും വരില്ല. 1 6 ഒരിക്കലും 7ന്റെ മൾട്ടിപ്പിൾ ആവില്ല അല്ലെ. പിന്നെ വരാൻ ചാൻസ് ഉള്ളത് ഇത് 3ഉം കുഴപ്പമില്ല. അല്ല, ഇത് 3ഉം പറ്റത്തില്ല. 4ാമത്തെ ഓപ്ഷൻ നോക്കിയേ. ഒരിക്കലും മോന്റെ വയസ്സ് അച്ഛനേക്കാളും കൂടുതൽ വരുമോ? ഇല്ല. വീണ്ടും 2 ഓപ്ഷൻ വന്നു, ബിയും സിയും വന്നു നിന്നു. 1:7 ആണോ 2:7 ആണോ? രണ്ടും 7ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്, 7 തന്നെയാണ്. ഇനി നോക്കാൻ പറ്റുന്നത് സുശീൽ എത്ര വർഷം മുൻപാടാ മാരേജ് ചെയ്തത്? 6 വർഷം മുൻപ്. അപ്പൊ സുശീലിന്റെ ഇപ്പോഴത്തെ വയസ്സും മാരേജ് സമയത്തെ വയസ്സും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 6 ആണ്. ഇവിടെ റേഷ്യോ എത്രയാടാ വ്യത്യാസം? ഇവിടെ റേഷ്യോ എത്രയാണ് വ്യത്യാസം? ഇവിടെ 1 ആണ് വ്യത്യാസം. പ്രസന്റ് ടൈമും മാരേജ് ടൈമും തമ്മിലുള്ള റേഷ്യോ വ്യത്യാസം എത്രയാടാ? 1. അതായത് 7 - 6 എത്ര വരും? 7 - 6 1. അവർ പറയുന്നുണ്ട് 6 വർഷത്തിന് ശേഷം, 6 വർഷത്തിന് മുൻപാണ് കല്യാണം കഴിച്ചത്. അപ്പൊ ഒരു പാർട്ടിന് എത്ര വയസ്സാണ്? ഒരു പാർട്ടിന് 6 വയസ്സ്. കിട്ടിയോ? ഒരു പാർട്ടിന് 6 വയസ്സ്. ഇനി സണ്ണിന്റെ ഏജും സുശീലുമായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കണല്ലോ. അപ്പം സുശീലിന്റെ വയസ്സും നമുക്ക് കിട്ടി. സുശീലിന്റെ വയസ്സ് എത്രയാണ്? 42. എങ്ങനെയാന്ന് കിട്ടിയല്ലോ. സുശീലിന്റെ വയസ്സ് 42 എങ്ങനെയാ കിട്ടിയേ? ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 6 വയസ്സ്. ഡൗട്ട് ഉണ്ടോ? സുശീലിന്റെ ഏജ്, സുശീലിന്റെ ഇപ്പോഴത്തെ ഏജ് 7/6 times ഓഫ് മാരേജ് ടൈമിലെ ഏജ്. അപ്പൊ സുശീലിന്റെ ഇപ്പോഴത്തെ ഏജ് എത്ര ആക്കി എടുത്തു? ഏജ് റേഷ്യോ 7 ആക്കി എടുത്തു. മാരേജ് ടൈമിൽ എത്ര ആക്കി എടുത്തു? 6 ആക്കി എടുത്തു. അപ്പൊ പി എന്ന് പറയുന്നത് 7ഉം മാരേജ് ടൈമിൽ പ്രസന്റ് ഏജ് 7ഉം മാരേജ് ടൈമിൽ 6. പാർട്ട് റേഷ്യോ ആണ്. ഇനി ഈ റേഷ്യോയുടെ വ്യത്യാസം എത്രയാണ്? 1. പറയുന്നുണ്ട് സുശീൽ എത്ര വർഷം മുൻപ് കല്യാണം കഴിച്ചു? 6 വർഷം മുൻപ്. അപ്പൊ ഒരു പാർട്ടിന് എത്ര വരും? ഒരു പാർട്ടിന് 6 വയസ്സ്. ഒരു പാർട്ടിന് 6 വയസ്സ് ആണല്ലോ. ഇനി സുശീലിന്റെ 3 വർഷം മുൻപ് സുശീലിന്റെ മകൻ എത്ര വയസ്സായിരുന്നു? 3 വർഷം മുൻപ് സുശീലിന്റെ മകന് 3 വയസ്സായിരുന്നു. അപ്പൊ ഇപ്പൊ എത്ര വയസ്സുണ്ടടാ? 3 വർഷം മുൻപ് 3 വയസ്സാണെങ്കിൽ ഇപ്പൊ എത്ര വയസ്സുണ്ട്? 6 വയസ്സ്.
അപ്പൊ സുശീലിന്റെ വയസ്സ് 42, മോന് വയസ്സ് 6. അപ്പൊ 42ഉം 6ഉം റേഷ്യോ എത്ര വരും? 1:7 വരും. ഓപ്ഷൻ ബി 1:7. കിട്ടിയോടാ? ഇടയ്ക്കൊക്കെ പെൻ ഉപയോഗിക്കേണ്ടി അല്ലെ? നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഇതും വിത്തൗട്ട് പെൻ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഈ പെന്നൊക്കെ എടുക്കുന്നത്. പക്ഷെ എന്താണ്, എക്സ്പ്ലനേഷൻ ഇല്ലാതെ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഈ പെന്നിന്റെ ആവശ്യമുണ്ടോ? പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും. കിട്ടിയോടാ? കിട്ടിയോ? എങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം നോക്കിയടാ. 6ാമത്തെ ചോദ്യം നോക്കിയേ. സുനിതാസ് ഏജ് ഈസ് 1/6 ഓഫ് ഹർ ഫാദേഴ്സ് ഏജ്. കുറെ ഉണ്ട്. നമുക്ക് ആദ്യം എന്താണ് കണ്ടുപിടിക്കാനുള്ളത് നോക്കാം. എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? സുനിതയുടെ പ്രസന്റ് ഏജ് കണ്ടുപിടിക്കണം. അപ്പൊ സുനിതയുടെ പ്രസന്റ് ഏജ് കണ്ടുപിടിക്കണം. ഓക്കെ, എന്ത് തന്നിട്ടുണ്ട്? സുനിതയുടെ ഏജ് 1/6 ഓഫ് ഹർ ഫാദേഴ്സ് ഏജ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സുനിതയുടെ ഏജ് വേണമെങ്കിൽ എന്ത് വേണം? ഫാദറിന്റെ ഏജ് വേണം, അച്ഛന്റെ വയസ്സ് വേണം. ഫാദേഴ്സ് ഏജ് വിൽ ബി ട്വൈസ് ദ ഏജ് ഓഫ് എന്താണ്? വരുൺസ് ഏജ്. അപ്പം ഫാദറിന്റെ ഏജ് വേണമെങ്കിൽ ആരുടെ ഏജ് വേണം? വരുണിന്റെ ഏജ് വേണം. ഓക്കെ അല്ലേടാ? ഇനി നമുക്ക് തന്നിട്ടുണ്ട് വരുൺസ് 8th ബർത്ത്ഡേ വാസ് സെലിബ്രേറ്റഡ് 2 years ago. 2 വർഷം മുൻപ് വരുൺ എത്രാമത്തെ വയസ്സ് ആഘോഷിച്ചു? 8 വയസ്സ് ആഘോഷിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വരുണിന് എത്ര വയസ്സുണ്ടടാ? ഇപ്പൊ വരുണിന് 10 വയസ്സ്. 2 വർഷം മുൻപ് 8 ആണെങ്കിൽ ഇപ്പോൾ 2 വയസ്സ് കൂടണം, 10 വയസ്സ്. ഇനി ഫാദറിന്റെ ഏജ് വരുണിന്റെ ഏജിന്റെ ട്വൈസ് ആണ് 10 വർഷത്തിന് ശേഷം. ആഫ്റ്റർ 10 years ഫാദറിന്റെ ഏജ് വരുണിന്റെ ഏജിന്റെ ട്വൈസ് ആണ്. ആഫ്റ്റർ 10 years വരുൺ എത്ര വയസ്സാകൂടാ? 20 വയസ്സാകും അല്ലെ? 10 വർഷത്തിന് ശേഷം 20 വയസ്സ്. അപ്പൊ ഫാദറിന്റെ ഏജ് ആണ് അതിന്റെ ഇരട്ടി, 40. 10 വർഷത്തിന് ശേഷം അച്ഛന്റെ ഏജ് എത്രയാടാ? 40. അപ്പൊ ഇപ്പൊ അച്ഛന്റെ ഏജ് എത്ര ആയിരിക്കും? 10 വർഷത്തിന് ശേഷം 40 ആണെങ്കിൽ ഇപ്പൊ എത്രയാണ്? 40 10 കുറയ്ക്കുമ്പോ 30. ഇനി ചോദിച്ചിട്ടുള്ളത് സുനിതയുടെ പ്രസന്റ് ഏജ് ആണ് ചോദിച്ചിട്ടുള്ളത്. സുനിതയുടെ ഏജ് എന്ന് പറഞ്ഞാൽ ഫാദറിന്റെ ഏജിന്റെ 1/6. അപ്പൊ 30ന്റെ 1/6 എത്ര വരുവടാ? 5 years. ഏതാണ്? ഓപ്ഷൻ ഡി 5 years. കിട്ടിയോടാ? കിട്ടിയോ? സെറ്റ് അല്ലേ? എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം നോക്കിയടാ. 7th question, 7ാമത്തെ ചോദ്യം എന്താണ്? സം ഓഫ് ദി ഏജസ് ഓഫ് 5 children born at the intervals of 3 years is 50 years. അപ്പോൾ എന്താണ്? 3 വയസ്സ് വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ ഏജിന്റെ സമ്മ് 50 ആണ്. നമ്മൾ ആദ്യമേ എന്താ ചെയ്യുക? ആദ്യമേ ചാടി കയറി ഒരാളുടെ വയസ്സ് x+3, x+6, x+9, x+12 ആണല്ലോ. 5 കുട്ടികളായിട്ടുണ്ട്. ഇനി എന്താണ്? ഇത് കൂട്ടും. 5x + 3 6 കൂട്ടി 9 9 9 18 18 12 30. അപ്പം 5x + 30 = 50 എന്ന് പറഞ്ഞ് ചെയ്യും അല്ലേ? അപ്പോഴും നമ്മൾ കുറച്ച് കാൽക്കുലേഷൻ വരും. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോ നമ്മൾ ഇങ്ങനെ എഴുതുന്നതിന് പകരം ഒരാള് x, അടുത്ത ആൾ എത്രടാ? x+3, ഒരു x-3 കൊടുത്തൂടെ? 5 പേരുണ്ട്, x+, എന്നാലും 3 വയസ്സിന് ഗ്യാപ്പ് വരണമെന്നല്ലേ ഉള്ളൂ. അടുത്ത ആള് x+6, ഇവിടെ x-6. 5 പേരായോ? അതെ, 5 പേരായിട്ടുണ്ട്. x-6, x-3, x+3, x+6. ഇനി ഇവരുടെ സമ്മ് തന്നിട്ടുണ്ട് എത്രയാണ്? 50. ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും -6ഉം +6ഉം ക്യാൻസൽ ആവും, -3ഉം +3ഉം ക്യാൻസൽ ആവും. ബാക്കി x മാത്രമല്ലേ ഉള്ളൂ. 5 പേരുണ്ട്, അപ്പൊ 5x. 5xന്റെ വാല്യൂ എത്രയാടാ? 50. xന്റെ വാല്യൂ എത്രയാണ്? 10. ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളുടെ സമ്മാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും ഇളയ ആൾ എന്താണ്? x-6. 10ന്ന് 6 കുറയ്ക്കണം. എത്ര വരും? 4 years. കിട്ടിയോ? അപ്പൊ എന്താണ്? 5 പേരുണ്ട്. നമ്മൾ x+3, x-3, x+6, x-6. എന്തുകൊണ്ടാണ്? 3 ഇന്റർവെല്ലിൽ വെച്ചിട്ടാണ്. ഒരാൾക്ക് 3 വയസ്സാണെങ്കിൽ അടുത്ത ആൾക്ക് 3 കൂട്ടും, 6 വയസ്സ്. അതിനടുത്ത ആൾക്ക് 9 വയസ്സ്. അങ്ങനെ 5 കുട്ടികളുണ്ട്. അവരുടെ ഏജിന്റെ സമ്മാണ് 50. കൂട്ടത്തിൽ ഏറ്റവും ഇളയ ആളുടെ ഏജ് ആണ് ചോദിച്ചത് അല്ലേ? അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ്? എക്സിന്റെ ഇന്റർവെല്ലിൽ കൂട്ടി മാത്രം കൊടുക്കുക. അതായത് +3, +6, +9 എന്ന് പറഞ്ഞു കൊടുക്കാതെ കൂട്ടിയും കുറച്ചും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ക്യാൻസലേഷൻ ഒക്കെ പെട്ടെന്ന് കിട്ടും അല്ലേ? അപ്പൊ ഇത് സമ്മ് എത്രയാണ്? 5x. അവർ തന്നിട്ടുണ്ട്. 5x എത്രയാണ്? 50 ആണ്. 5x 50 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാടാ? 10. ചോദിച്ചിട്ടുള്ളത് യങ്ങസ്റ്റ് ചൈൽഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. x-6. 10ന്ന് 6 പോകുമ്പോൾ എത്ര വരും? ഓപ്ഷൻ സി വരും. ഏതാണ്? ഓപ്ഷൻ സി 4 years. കിട്ടിയല്ലോ? സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം, അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കിയേടാ.
5 years ago, age of father was double that of his son. അപ്പോൾ 5 വർഷം മുൻപ് അച്ഛൻ്റെ വയസ്സ് എന്താണ് മകന്റെ വയസ്സിന്റെ ഡബിൾ ആണ്. 15 years hence എന്താണ് അവരുടെ റേഷ്യോ തന്നിട്ടുണ്ട് 8:5 തന്നിട്ടുണ്ട് ആണല്ലോ. ഫൈൻഡ് ദി ആവറേജ് ഓഫ് ദ പ്രസന്റ് ഏജസ്. പ്രസന്റ് ഏജിന്റെ ആവറേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രസന്റ് ഏജിന്റെ എന്താണ് റേഷ്യോയും കാര്യങ്ങളും വല്ലതും തന്നിട്ടുണ്ടോ? ഇല്ല. 5 വർഷം മുൻപും 15 വർഷം ശേഷമുള്ള കാര്യങ്ങളെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പൊ കുറച്ച് പെന്നൊക്കെ എടുക്കേണ്ടി വരും അല്ലേ. നമുക്ക് നോക്കാം എന്താണ് 5 വർഷം മുൻപുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. 5 years ago റേഷ്യോ തന്നിട്ടുണ്ട്. 5 years ago റേഷ്യോ എത്രയാടാ? അച്ഛൻ്റെതും മകൻ്റെതും റേഷ്യോ അല്ലേ. അച്ഛൻ്റെതും മകൻ്റെതും റേഷ്യോ എന്താണ്? 2:1 ഡബിൾ റേഷ്യോ ആണ് പറയുന്നത്. ദെൻ 15 വർഷത്തിന് ശേഷം അവരുടെ റേഷ്യോ തന്നിട്ടുണ്ട്. 15 വർഷത്തിന് ശേഷം നമുക്കിവിടെ സം ഓഫ് ദി ആവറേജ് ഓഫ് ദി പ്രസന്റ് ഏജ് ഒക്കെ ചോദിച്ചത് കൊണ്ട് നമുക്ക് ആ ഒരു ഷോർട്ട് കട്ട് ആ ഒരു ഓപ്ഷനിൽ നിന്ന് പോകുന്ന ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് റേഷ്യോ മെത്തേഡിൽ പോകാം. അപ്പോൾ 15 വർഷത്തിന് ശേഷം 15 year ഹെൻസ് റേഷ്യോ തന്നിട്ടുണ്ട്. എത്രടാ? 8:5 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ റേഷ്യോ മെത്തേഡിൽ ചെയ്യാണ്. റേഷ്യോ മെത്തേഡ് ചെയ്യുമ്പോൾ ആ റേഷ്യോയുടെ വ്യത്യാസം സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. നോക്കിയടാ 2ഉം 8ഉം വ്യത്യാസം എത്രയാണ്? 1ഉം 5ഉം വ്യത്യാസം. സെയിം ആണോടാ വ്യത്യാസം? സെയിം അല്ല. അപ്പൊ ആ വ്യത്യാസം സെയിം ആക്കാനായിട്ട് എന്ത് ചെയ്തു? 2ഉം 1ഉം വ്യത്യാസം എത്രയാണ്? 1. അതിനെ താഴത്തത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. താഴത്തെ റേഷ്യോയുടെ കൂടെ മൾട്ടിപ്ലൈ. അതായത് 15 വർഷത്തിന് ശേഷമുള്ള റേഷ്യോ നമ്മൾ 1 മാറ്റി. ദെൻ ഇവിടുത്തെ വ്യത്യാസം എത്രയാണ്? 8ഉം 5ഉം വ്യത്യാസം എത്രയാടാ? 3 ആണ്. ആ 3 എന്താണ്? മുകളിലത്തെ റേഷ്യോയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 5 വർഷത്തിന് മുൻപുള്ള റേഷ്യോ ഇപ്പൊ എന്തായി? 5 years ago റേഷ്യോ എന്തായടാ? 6:3 ആയി. 15 years hence റേഷ്യോ എന്തായടാ? 8:5. ഇപ്പൊ വ്യത്യാസം എത്രയാണെന്ന് നോക്കിക്കേ. ഇപ്പൊ വ്യത്യാസം എത്രയാണ്? വർഷങ്ങളുടെ വ്യത്യാസം ഇവിടെ 2, ഇവിടെയും 2. ഈ വർഷം സെയിം ആക്കാനാണ് നമ്മൾ ഇത് ചെയ്തത്. അപ്പൊ ഈ 2 വർഷം എന്ന് പറയുന്നത്, അതായത് 2 പാർട്ട് റേഷ്യോ വ്യത്യാസം 2 പാർട്ട് എന്ന് പറയുന്നത് എത്ര വർഷമാടാ? ഇതിന്റെ സമ്മായിരിക്കും. 2 പാർട്ട് എന്ന് പറയുന്നത് എത്ര വർഷമാടാ? 20 വർഷമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ട് എന്ന് പറയുന്നത് എത്ര വർഷമാടാ? 10 വർഷം. 20/2 10 വർഷം. അപ്പൊ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 10 വർഷം. ചോദിച്ചിട്ടുള്ളത് പ്രസന്റ് ഏജിന്റെ ആവറേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു പാർട്ടിന് 10 വയസ്സാണല്ലോ. ഒരു പാർട്ടിന് 10 വയസ്സാണ്. പ്രസന്റ് ഏജ് നമ്മുടെ കയ്യിൽ 5 വർഷം മുൻപുള്ള ഏജ് ഉണ്ട്. 5 വർഷം മുൻപുള്ള ഏജ് റേഷ്യോ 6:3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 5 വർഷം മുൻപ് അവരുടെ വയസ്സ് എത്രയാണ്? 60ഉം 30. ഒരു പാർട്ടിന് 10 അല്ലേ. അപ്പൊ 60ഉം 30ഉം. അപ്പൊ ഇപ്പോഴത്തെ അവരുടെ ഏജ് എത്രടാ? 65ഉം 35 ആണല്ലോ. 5 വർഷം മുൻപ് 60 ആണെങ്കിൽ ഇപ്പൊ 5 വയസ്സ് കൂടും 65. 5 വർഷം മുൻപ് 30 ആണെങ്കിൽ ഇപ്പൊ 5 വയസ്സ് കൂടും 35. 65 35 കൂട്ടുമ്പോ എത്രയാണ്? 100. 100ന്റെ ആവറേജ് ആണ്. അപ്പൊ 2 വയസ്സിന്റെ ആവറേജ് ആണെങ്കിൽ /2 എത്ര വരും ഉത്തരം? ഓപ്ഷൻ ബി 50. ഇത് കുറച്ച് സ്റ്റെപ്പ് വന്നു അല്ലേ. ഇത് കുറച്ച് എക്സ്ട്രാ സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഒരുപാട് എക്സും വൈ ഒന്നും ഇട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് റേഷ്യോ മെത്തേഡിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് ഈ സാധനത്തിന്റെ ഉപയോഗം അല്ലെ, വളരെ കുറച്ചിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഉപയോഗം കുറച്ച് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഇനിയും കുറച്ച് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കൂടുതൽ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ RRB ഗ്രൂപ്പ് ഡി എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞു കാണാൻ. നവംബർ 17 നമ്മുടെ RRB ഗ്രൂപ്പ് ഡി എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് കറന്റ്ലി റെയിൽവേ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയും പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ AZB അക്കാഡമി ഒരു 60 days ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുറച്ചൊക്കെ ഒന്ന് സ്മാർട്ടായിട്ട് കൂടെ ഒരു സപ്പോർട്ടൊക്കെ കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായാലും നമ്മുടെ ഈ വർഷത്തെ ഗ്രൂപ്പ് ഡി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നല്ല രീതിയിൽ നിങ്ങളുടെ വരുന്ന എക്സാംസ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്